ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെയും ഹേമയുടെയും ചതി തിരിച്ചറിഞ്ഞ നിധി രാത്രി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത സുധീഷിനോട് നിധി ചോദിക്കുന്നു, സുധീഷ് എവിടെയാ? ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, എന്താ നിധി, ശബ്ദത്തിലൊരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പൊ നിധി പറയണ, നല്ല ടെൻഷൻ ഉണ്ട്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, എന്തു പറ്റി നിധി, എന്താ സംഭവിച്ചേ? അപ്പൊ നിധി പറയണ, നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സുധീഷിന് അതൊരു ബുദ്ധിമുട്ടാകുമോ? സുധീഷ് ചോദിക്കുന്നു, റീക്രിയേഷനോ? എന്ത് ചെയ്യണം? എന്ത് റീക്രിയേഷൻ? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നിധി ചോദിക്കുന്നു, വീണ്ടും എന്നെ ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുമോ? സുധീഷ് പറഞ്ഞത് ശരിയാ, ഇവരെന്നെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുക. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുകയാണ്, ഞാൻ വിചാരിച്ചു. നിധിയോട് അങ്ങനെ പറഞ്ഞോ? അപ്പൊ നിധി പറയണ, ആ കഥയൊന്നും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല സുധീഷ്. ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഇവരെന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. അവരുടെ സംസാരത്തിന്റെ രീതി തന്നെ വേറെയാ. എപ്പൊ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. സുധീഷ്, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ്ട, എന്ത് ചോദ്യം ഇത് നിധി? അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നിധി വിഷമിക്കണ്ട, ഞാൻ വന്ന് നിധിയെ കൂട്ടിക്കൊണ്ടുവരാം. അതുവരെ എന്നോട് സംസാരിച്ച കാര്യം അവരറിയാൻ പാടില്ല. ഫോൺ സൈലന്റ് ആക്കിക്കോ, ഞാൻ വന്നാൽ ഉടനെ നിധിയെ വിളിക്കാം. ഇത് കേട്ട് നിധി പറയുന്നു, ശരി സുധീഷ്, പ്രശ്നമൊന്നും ആകില്ലല്ലോ അല്ലെ? സുധീഷ് ചോദിക്കുന്നു, എന്ത് പ്രശ്നം വരാനാ? ചേസ് ചെയ്ത് നിധിയെ രക്ഷിച്ചതൊക്കെ മറന്നുപോയോ? നിനക്കിപ്പം വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വരാൻ പറ്റില്ലേ? അപ്പൊ നിധി പറയണ, അതൊക്കെ പറ്റും. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി സുധീഷ് എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. സന്തോഷത്തോടു കൂടി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് കയറി വരുന്ന സുധീഷിനെ കണ്ട് സുഭാഷ് പറയണ, നല്ല ചിരിയുണ്ടല്ലോ, എന്തു പറ്റി സുധീഷേ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ പറഞ്ഞില്ലേ അവളുടെ അച്ഛൻ ഒരു സാധാരണക്കാരനല്ല, എന്തോ ഒരു പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നതെന്ന്. സാറ് നിധിയെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുക. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോട് കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. സുധീഷ് പറയുന്നു, അത് നിധി അറിഞ്ഞു, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് നിധി എന്നെ വിളിച്ചത്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, നീ എന്താ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, തക്കലയിൽ ഞാൻ ചെയ്ത സാഹസം റീക്രിയേറ്റ് ചെയ്യണമെന്നാണ് നിധി പറയുന്നത്. ഞാൻ പോയി നിധിയെ രക്ഷിച്ചോണ്ട് വരട്ടെ. അങ്ങനെ സുധീഷ് കാറിന്റെ കീ എടുക്കുമ്പോൾ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ, ഞാനും കൂടി വരാം. അപ്പൊ സുധീഷ് പറയണ, അതൊന്നും വേണ്ട, ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം. ഹരീഷ് ചോദിക്കുന്നു, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അപ്പൊ സുധീഷ് പറയണ, ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ടെൻഷൻ ആകണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, പറയുന്നത് കേക്ക്, ഞങ്ങളും കൂടി വരാം. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞാൻ നോക്കിക്കോളാം, ഇതിനൊക്കെ തനിച്ചു പോകുന്നതാ ശരി, ഞാൻ പോയി നിധിയെയും കൂട്ടിക്കൊണ്ട് വരാം, ബൈ ബൈ എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് എന്ന് വിളിച്ച് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് സുഭാഷ്. നികേഷും ഹരീഷും സുധീഷ് ഏട്ടാന്ന് വിളിക്കുന്നുവെങ്കിലും സുധീഷ് തിരിഞ്ഞു നോക്കാതെ കാർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം അവിടേക്ക് വരുന്ന ഭാസ്കരൻ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, എടാ എന്താ ഇവൻ പറഞ്ഞ കേൾക്കാത്തത്? പ്രശ്നമാകാൻ സാധ്യതയുണ്ടടാ. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ, എനിക്ക് ടെൻഷനുണ്ട്, നമുക്കും കൂടി സുധീഷ് ഏട്ടന്റെ പിന്നാലെ പോയാലോ? അപ്പൊ സുഭാഷ് പറയണ, വാടാ ഹരീഷ്, നമുക്കും പോകാം. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഞാനും കൂടി വരുന്നു. അപ്പൊ സുഭാഷ് പറയണ, എടാ നികേഷ്, നീ വീട്ടിലിരുന്നാ മതി, ഞങ്ങൾ പോയിട്ട് വരാം. അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എടാ എന്താ അവൻ കാറും എടുത്ത് വളരെ വേഗത്തിൽ പോകുന്നത് കണ്ട്? അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ, നിധി വിളിച്ചു, അവളുടെ അച്ഛനും അമ്മയും അവളെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നെന്ന്. ടെൻഷനോടുകൂടി ഭാസ്കരൻ ചോദിക്കുന്നു, തക്കലയിലേക്ക് കൊണ്ടുപോകുന്നോ? അപ്പൊ സുഭാഷ് പറയണ, സുധീഷിനെ ഫോൺ വിളിച്ച് എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞു, അതാ അവൻ പോയത്. അവനെ തനിച്ചു വിടണ്ടെന്ന് കരുതി ഞങ്ങളും പിന്നാലെ പോകുക. അച്ഛൻ നികേഷിനെ നോക്കിക്കോണം, എങ്ങോട്ടും പോകരുത്. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഞാനും കൂടി വരുന്നു. അപ്പൊ ഹരീഷ് പറയണ, എടാ നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി, അവിടെ എന്ത് നടക്കുമെന്ന് അറിയില്ല, ഞങ്ങൾ വരാൻ താമസിച്ചാൽ നീ കിടന്നുറങ്ങിക്കോ. നികേഷ് ചോദിക്കുന്നു, ഉറങ്ങാനോ? അവിടെ എന്താ നടക്കുന്നതെന്നറിയാതെ ഞാൻ എങ്ങനെ സമാധാനത്തോടു കൂടി ഇവിടെ ഇരിക്കുക? അപ്പൊ സുഭാഷ് പറയണ, എടാ നികേഷ്, നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ പോയി നിധിയെ കൂട്ടിക്കൊണ്ടുവരാം, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. വാടാ ഹരീഷ്, പോയിട്ട് വരാച്ചാന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ ഓടി വരുന്ന നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാനും കൂടി വരുന്നു. അപ്പൊ സുഭാഷ് പറയണ, നികേഷ്, നീ വീട്ടിൽ തന്നെ ഇരിക്ക്, പറയുന്നത് കേക്ക്, അച്ഛനുണ്ടല്ലോ ഇവിടെ, അച്ഛ അവനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് സുഭാഷ് ഹരീഷിന്റെ ബൈക്കിന്റെ പിന്നിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ നികേഷിനോട് ചോദിക്കുന്നു, ഇപ്പൊ നിനക്കെന്താ, അവിടെ പോകണോ? വാടാ, നിനക്ക് വേണ്ടി ഇനിയും ഹെലികോപ്റ്റർ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, വീട് പൂട്ടിയിട്ട് വാ. ശരി എന്ന് പറഞ്ഞ് നികേഷ് വീട് പൂട്ടുകയാണ്. ശേഷം ഭാസ്കരനും നികേഷും ഭാസ്കരന്റെ ലോറിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് കാറിൽ നിധിയുടെ വീടിന്റെ അരികിലേക്ക് വരികയാണ് സുധീഷ്. വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി നിധിയുടെ വീടിന്റെ അരികിലേക്ക് വന്ന് പതിയെ ഗേറ്റ് തുറക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ് മനസ്സിൽ പറയുന്നു, ഗേറ്റ് പൂട്ടിയിട്ടില്ല, ഒരു പ്രശ്നം സോൾവ് ആയി. നേരെ അകത്തേക്ക് കയറി ചെന്ന് നിധിയുടെ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നാലോ? സുധീഷ്, എല്ലാം കൈപ്പിടിയിൽ വരുമ്പോൾ ഹീറോ ആകാൻ വേണ്ടി എല്ലാം നശിപ്പിക്കരുത്. ആദ്യം നിധിയെ ഫോൺ വിളിച്ച് അവരെല്ലാവരും ഉറങ്ങിയോ എന്ന് ചോദിക്കാം. എന്താ അവസ്ഥയെന്നറിഞ്ഞിട്ട് ക്ഷമയോടെ സമാധാനത്തോടെ ഒന്നും നശിപ്പിക്കാതെ ആർക്കും ഡൗട്ട് വരാത്ത രീതിയിൽ നിധിയെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് ഹരീഷും സുഭാഷും. ഇരുട്ടിൽ ആരാണെന്ന് മനസ്സിലാകാതെ സുധീഷ് മനസ്സിൽ പറയുന്നു, അയ്യോ
ആരോ വരുന്നുണ്ട്, ഓടിപ്പോയി ഒളിക്കാം. അങ്ങനെ സുധീഷ് ഓടിച്ചെന്ന് കാറിൽ കയറി ഇരിക്കുകയാണ്. സുഭാഷ് പറയുന്നു, എടാ ഓടിപ്പോയത് സുധീഷ് അല്ലേ? അതെ, സുധീഷ് ഏട്ടൻ തന്നെ ആയിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, ഇവൻ വലിയ വീരനെ പോലെ സംസാരിച്ചിട്ട് ഇപ്പം കാറിൽ പോയി ഒളിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഹരീഷ് പറയണ, അത് സുധീഷ് എന്നോട് തന്നെ പോയി ചോദിക്കാം. അങ്ങനെ ബൈക്കുമായി കാറിന്റെ അരികിലേക്ക് വരികയാണ് ഹരീഷും സുഭാഷും. കാറിൽ നിന്ന് ഇറങ്ങുന്ന സുധീഷ് പറയണ, ഏതവനാ ഇത്? എടാ ഹരീഷ്, സുഭാഷ് എടാ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? അപ്പൊ സുഭാഷ് ചോദിക്കണ, എടാ സുധീഷ്, നീ എന്താ നിധിയെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട് നിധിയുടെ വീടിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒളിച്ചിരിക്കുന്നേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഒളിച്ചിരിക്കുന്നെന്നോ? സുഭാഷ് എടാ, ഞാൻ കാറിൽ വന്നിരുന്ന് എങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ അകത്തിരുന്ന് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചതാ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പൊ സുഭാഷ് പറയണ, നിന്നെ എങ്ങനെ തനിച്ചു വിടുക? അവര് പ്രശ്നം വല്ലതും ഉണ്ടാക്കിയാൽ നീ എന്ത് ചെയ്യും? അപ്പൊ സുധീഷ് ചോദിക്കണ, സുഭാഷ് ഏട്ടാ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ? ഇത് തക്കലയൊന്നും അല്ലല്ലോ ചുറ്റിനും അവരുടെ ആളുകളാകാൻ. തക്കലയിൽ അവരുടെ ആളുകളായിരുന്നു മുഴുവനും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നും നിധിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നില്ലേ? അപ്പൊ പിന്നെ ഇവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരില്ലേ? അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ, അത് അന്ന് സുധീഷ് ഏട്ടൻ ചെയ്തതൊക്കെ അറിയാവുന്ന ഏട്ടത്തിയുടെ അച്ഛൻ ഇപ്പൊ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ഇത് സുധീഷ് പറയണ, അതൊക്കെ എനിക്ക് അറിയാവടാ. നിധിയോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാഗൊക്കെ റെഡിയാക്കി വെയിറ്റ് ചെയ്യാനായി. രാത്രി 12 മണിയാകാറായി. കുറച്ചേരം കഴിഞ്ഞിട്ട് നിധിയുടെ ഫോണിലേക്ക് വിളിക്കാന്ന് കരുതിയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നേ. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ വിളിക്കാൻ സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, അവളുടെ അച്ഛനും അമ്മയൊക്കെ നന്നായി ഉറങ്ങട്ടെ, ഡീപ് സ്ലീപ്പിലേക്ക് പോകട്ടെ. ശബ്ദമൊന്നുമില്ലാതെ നന്നായി ഉറങ്ങുന്ന സമയത്ത് വേണം നിധിയെ നമ്മള് പുറത്തിറക്കാൻ. ഈ സമയം നിർത്താതെ ലോറിയുടെ ഹോൺ അടിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. ടെൻഷനോടുകൂടി ലോറിയിലേക്ക് നോക്കുകയാണ് സുഭാഷും ഹരീഷും സുധീഷും. തലയിൽ കവിച്ച സുധീഷ് പറയുകയാണ്, ആരാ ഇവൻ പാതിരാത്രി ഇങ്ങനെ ഹോൺ അടിച്ചോണ്ട് വരുന്നേ? ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഭാസ്കറിന്റെ ലോറിയുടെ ശബ്ദം കേട്ട് നിധി പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. ഉറക്കത്തിൽ കിടക്കുന്ന രാജീവ് ഹോൺ കേട്ട് ഉണരുകയാണ്. ഭാസ്കരൻ ലോറി നിധിയുടെ വീടിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. എന്തിനാ ഇങ്ങനെ ഹോൺ അടിക്കുന്നതെന്ന് ചോദിച്ച് നികേഷ് ലോറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഇയാളോ? അപ്പൊ സുഭാഷ് പറയണ, ദേ അച്ഛൻ വന്നു. ടെൻഷനോടുകൂടി തലയിൽ കൈവച്ച് സുധീഷ് പറയണ, ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? സുധീഷും ഹരീഷും സുഭാഷും ഭാസ്കറിന്റെ അരികിലേക്ക് ഓടി വരികയാണ്. സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഭാസ്കരൻ പറയണ, നീ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നു, പിന്നാലെ ഇവരും ബൈക്കും എടുത്ത് വന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. ഹരീഷ് ചോദിക്കുന്നു, ഇവിടെ എന്തെങ്കിലും ആഘോഷം നടക്കുകയാണോ? കുടുംബമായിട്ട് വന്നു നിൽക്കാൻ. റൂമിൽ ലൈറ്റ് കണ്ട് സുധീഷ് പറയുകയാണ്, എല്ലാം നശിപ്പിച്ചു. നിങ്ങളുടെ ഹോൺ കേട്ട് അവളുടെ അച്ഛനും അമ്മ എഴുന്നേറ്റെന്നാ തോന്നുന്നേ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എഴുന്നേറ്റെങ്കിൽ എഴുന്നേൽക്കട്ടെ, ഞാൻ ന്യായം ചോദിക്കാം. സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമല്ലേ? താഴേക്ക് ഇറങ്ങി വരുന്ന രാജീവ് ലൈറ്റ് എല്ലാം ഓൺ ചെയ്യുകയാണ്. ഇത് കണ്ട് ടെൻഷനോടുകൂടി നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, എല്ലാ ലൈറ്റും ഓൺ ചെയ്തു. രാജീവിനെ കാണുന്ന നിധി റൂമിൽ തന്നെ നിൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് എന്താണ് ചെയ്യുക? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നോട് ചോദിക്ക്. വാതുക്ക വന്ന് നിൽക്കുകയല്ലേ? എല്ലാവരും ഇപ്പം പിടിക്കപ്പെടും. ആരും അറിയാതെ ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ട് വന്നേനെ. ഇപ്പൊ എല്ലാവരും കൂടി വന്ന് നശിപ്പിച്ചില്ലേ? അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ, ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കാതെ അടുത്തത് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറ. എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് സുധീഷ് ആലോചിച്ച് നിൽക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ, ആദ്യം നമുക്ക് വണ്ടിയെല്ലാം ഇവിടുന്ന് എടുത്തു മാറ്റാം. അപ്പൊ സുധീഷ് പറയണ, അതെ അതെ കറക്റ്റ്. അവര് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. എടാ ഹരീഷെ, വണ്ടിയെല്ലാം എടുത്തു മാറ്റ്. അടുത്ത് എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയാ മതി. രാജീവ് വാതിൽ തുറക്കാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വന്ന ഹേമ ചോദിക്കുന്നു, രാജീവ് ഏട്ടാ, എന്തു പറ്റി? ഇവിടെ എന്താ വന്ന് നിൽക്കുന്നേ? രാജീവ് ചോദിക്കുന്നു, പുറത്ത് ഹോണടി ശബ്ദം കേട്ടോണ്ടേയിരുന്നു, അതാ എഴുന്നേറ്റ് വന്നത്. നീ ഒന്നും കേട്ടില്ലേ? അപ്പൊ ഹേമ പറയണേ, ഞാൻ ഒന്നും കേട്ടില്ല, ഞാൻ നന്നായി ഉറങ്ങി. ഉണർന്ന് നോക്കിയപ്പോൾ രാജീവേട്ടൻ അവിടെ ഇല്ല, അതാ എഴുന്നേറ്റ് വന്നത്. പുറത്തേൽക്കുന്ന സുധീഷ് പറയുകയാണ്, നിങ്ങളോട് ഇനിയും പ്രത്യേകിച്ച് പറയണോ? വണ്ടി എടുക്ക്. ലോറിയിലേക്ക് കയറുന്ന ഭാസ്കരൻ വീണ്ടും ഹോൺ അടിക്കുകയാണ്. ഇത് കേട്ട് രാജീവ് പറയണ, കേട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? സുധീഷ് പറയുകയാണ്, ഇയാള് പ്രശ്നമാക്കിയിട്ടേ അടങ്ങുന്നാ തോന്നുന്നേ. വണ്ടി എടുക്കുന്നതിന് താൻ എന്തിനാണോ ഹോൺ അടിക്കുന്നേ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അറിയാതെ കൈവച്ചു പോയതാടാ. അപ്പൊ സുധീഷ് ചോദിക്കാണ്, എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? നികേഷ് പറയുന്നു, ഒന്ന് വണ്ടി എടുത്ത് മാറ്റ്. ഹേമ പറയുന്നു, രാജീവേട്ട ശരിയാണല്ലോ, ഹോണടി ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ നേരത്ത് ആരാ ഹോൺ അടിക്കുന്നത്? ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാടാ നീ ഇങ്ങനെ ഭയന്ന് ചാകുന്നത്? അപ്പൊ സുധീഷ് പറയണ, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ആരെങ്കിലും വരും, ഇവിടുന്ന് പോകാൻ നോക്ക്. അപ്പൊ ഭാസ്കരൻ പറയണ, ഇറങ്ങി വരട്ടെ, ഞാൻ സംസാരിക്കാം. ഇത് കേട്ട് സുധീഷ് പറയണ, നിങ്ങൾ സംസാരിക്കുകയൊന്നും വേണ്ട, ഈ വണ്ടി എടുത്തോണ്ട് പോയാ മതി. അപ്പൊ സുഭാഷ് പറയുന്നു, അച്ഛാ, നമ്മൾ ഇവിടെ വന്നത് വഴക്കുണ്ടാക്കാനല്ല, നിധിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനാ. അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാതെ വണ്ടി എടുത്തോണ്ട് പോകും. എന്തെങ്കിലും ആവട്ടെന്ന് പറഞ്ഞ് ഭാസ്കരൻ ലോറിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ആരെങ്കിലും വരുന്നത് വരെ നമ്മൾ ഇവിടെ വാതുക്കെ തന്നെ നിൽക്കാനാണോ? വാ, നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. അങ്ങനെ സുധീഷും നികേഷും സുഭാഷും കാറിലേക്ക് ഓടി കയറുകയാണ്. ഹരീഷ് ബൈക്കിൽ
ബൈക്കിലേക്കും കയറുന്നു. ഭാസ്കരൻ ലോറിയുമായി അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് ഹരീഷ്. കാറിൽ സുധീഷും സുഭാഷും നികേഷും പിന്നാലെ പോകുന്നു. രാജീവ് കീ എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ ഹേമ കീയുമായി അവിടേക്ക് വരികയാണ്. രാജീവ് പറയുന്നു, പെട്ടെന്ന് കതക് തുറക്ക്. വണ്ടിയെല്ലാം മാറ്റി നിർത്തിയിട്ട് സുഭാഷും നികേഷും ഹരീഷും സുധീഷും പതിയെ വീടിന്റെ അരികിലേക്ക് വരികയാണ്. പെട്ടെന്ന് അവർ കാണുകയാണ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രാജീവിനെയും ഹേമയും. സുഭാഷ് പറയുന്നു, ദേ പുറത്തിറങ്ങി വരുന്നുണ്ട്, വാ നമുക്ക് മറങ്ങിക്കാം. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജീപ്പിന്റെ പിന്നിലേക്ക് മറങ്ങി നിൽക്കുകയാണ് എല്ലാവരും. റോഡിലേക്ക് ഇറങ്ങി വന്ന രാജീവും ഹേമയും ചുറ്റും നോക്കുകയാണ്. അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. സുധീഷിന്റെ തോളിൽ തട്ടി ഹരീഷ് പതിയെ പറയുന്നു, തുമ്മല് വരുന്നു. അപ്പൊ സുധീഷ് പറയാണ്, നീ ഇപ്പൊ തുമ്മിയാൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലും, മിണ്ടാ നിന്നോണം അവിടെ. തുമ്മൽ എങ്ങനെ അടക്കി വെക്കാൻ പറ്റുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അടക്കി വെച്ചേ പറ്റൂന്ന് പറഞ്ഞ് തുമ്മാനായി തുടങ്ങുന്ന ഹരീഷിന്റെ മുഖം വായും പൊത്തിപ്പിടിക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, പ്രശ്നം ഉണ്ടാക്കരുതേ, ഒന്ന് മിണ്ടാ നിൽക്ക് എല്ലാവരും. അപ്പൊ സുഭാഷ് പറയണ, അവര് പോയൊന്ന് നോക്കടാ. അപ്പൊ ഹേമ പറയണ, ആരും ഇല്ലല്ലോ ഇവിടെ. രാജീവ് ചോദിക്കുന്നു, നീയും കേട്ടതല്ലേ ഹോണടി ശബ്ദം? അപ്പൊ ഹേമ പറയണ, റോഡേ കൂടെ പോയ ഏതെങ്കിലും വണ്ടിയായിരിക്കും. രാജീവേട്ടൻ വാ, രാവിലെ പോകേണ്ടതാ, നമുക്ക് പോയി കിടക്കാം. അങ്ങനെ ഹേമ അകത്തേക്ക് പോകുമ്പോൾ ഗേറ്റ് അടച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് രാജീവ്. വാതിൽ പൂട്ടി ഹേമ പറയുന്നു, ഇവിടെ എങ്ങും ആരുമില്ല, ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, വാ ഉറങ്ങാം. അങ്ങനെ രാജീവിനെയും കൂട്ടി മുകളിലത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഹേമ. സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യം എന്താന്ന് അന്വേഷിക്ക്, വിളിക്ക് സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഇതുവരെ ലൈറ്റ് ഓഫ് ചെയ്തില്ലല്ലോ. നമ്മൾ കോള് ചെയ്ത് ശബ്ദം കേട്ട് അവള് പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ആദ്യം ലൈറ്റ് ഓഫ് ആകട്ടെ. തുടർന്ന് ടെൻഷനോടുകൂടി റൂമിലേക്ക് വന്നിരിക്കുകയാണ് രാജീവ്. ഹേമ ചോദിക്കുന്നു, എന്തു പറ്റി? ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിധി. സുഭാഷ് പറയുന്നു, എടാ ഫോൺ അടിക്കുന്നുണ്ട്, എടുത്തു നോക്ക്. ആരാ? ഫോണിൽ നോക്കി സുധീഷ് പറയുന്നു, നിധിയാ സുഭാഷ് ഏട്ടാ. അങ്ങനെ സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് എവിടെയാ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ നിധിയുടെ വീടിന്റെ പുറത്തുണ്ട്. അപ്പൊ നിധി പറയുകയാണ്, അച്ഛൻ എഴുന്നേറ്റെന്ന് തോന്നുന്നു സുധീഷ്, വീട് മുഴുവൻ ലൈറ്റ് ഇട്ടു, ആരോ ഹോൺ അടിച്ച് അച്ഛനെ എഴുന്നേൽപ്പിച്ചതാ. ഇപ്പൊ എങ്ങനെ പുറത്തു വരുമെന്ന് എനിക്ക് അറിയില്ല, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് അവർ ഉറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുവോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞാൻ വെയിറ്റ് ചെയ്യാൻ നിധി, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ നിധി ഓക്കെ എന്ന് പറഞ്ഞാൽ നിധിയുടെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നിധിയെ പിടിച്ചിറക്കിക്കൊണ്ടുവരാൻ ഞാൻ എല്ലാത്തിനും റെഡി ആയിട്ടാ വന്നത്. ഇത് കേട്ട് നിധി പറയണ, അതൊന്നും വേണ്ട സുധീഷ്, കുറച്ചുനേരം ഒന്ന് ചുമ്മാ നിന്നാ മതി, അവര് പോയി ഉറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്താ മതി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം, ധൃതി പിടിച്ച് അകത്തേക്ക് കയറി വരരുത്, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ നിധിന്ന് സുധീഷ് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. നികേഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, അകത്ത് പോയി ഇറക്കിക്കൊണ്ടുവരുമെന്ന്. പക്ഷെ ഏട്ടത്തിയുടെ അച്ഛനെയും അമ്മയും കാണുമ്പോൾ പോയി ഒളിച്ചിരിക്കും. തുടർന്ന് ഹേമ ചോദിക്കുന്നു, രാജീവേട്ട എന്താ പറ്റിയേ, എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? രാജീവ് പെട്ടെന്ന് നിധിയുടെ റൂമിന്റെ അരികിലേക്ക് പോവുകയാണ്. എന്താ രാജീവേട്ടെന്ന് ചോദിച്ച് ഹേമ പിന്നാലെ വരുമ്പോൾ നിധി ശബ്ദം കേട്ട് ഉറക്കം നടിച്ചു കിടക്കുകയാണ്. രാജീവ് പതിയെ വാതിൽ തുറന്ന് നിധിയുടെ റൂമിലേക്ക് കയറുന്നു. നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് നിധി എന്ന് കരുതി അവർ സമാധാനത്തോടു കൂടി നിൽക്കുന്നു. രാജീവ് പറയുന്നു, നിധി നല്ല ഉറക്കത്തില്ല. അപ്പൊ ഹേമ ചോദിക്കാണ്, ഈ സമയത്ത് ഉറങ്ങാതെ വേറെ എന്ത് ചെയ്യാനാ? നമ്മൾ സംസാരിക്കുന്നത് കേട്ട് അവൾ ഉണരും, വാ ഇങ്ങോട്ട്. അങ്ങനെ രാജീവിനെയും കൂട്ടി ഹേമ അവിടെ നിന്ന് പോവുകയാണ്. നിധി സമാധാനത്തോടു കൂടി എഴുന്നേറ്റിരിക്കുന്നു. ഹേമ ചോദിക്കുന്നു, രാജീവൻ എന്താ പറ്റിയത്? സ്വപ്നം എന്തെങ്കിലും കണ്ടോ? രാജീവ് ചോദിക്കുന്നു, എന്നെ കണ്ടാൽ സ്വപ്നം കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തോ പ്രശ്നമുണ്ട് ഹേമേ. ഹോണടി ശബ്ദം കേട്ട് പുറത്തു പോയി നോക്കി, ആരോ പുറത്ത് മറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുവാ. അപ്പൊ ഹേമ പറയാണ്, നമ്മള് പുറത്തിറങ്ങി നോക്കിയതല്ലേ, അവിടെയെങ്ങും ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ രാജീവ് പറയാണ്, അതെ അവിടെയെങ്ങും ആരെയും കണ്ടില്ല, പക്ഷെ എനിക്ക് എന്തോ ചില സംശയങ്ങളുണ്ട്. ആ സുധീഷ് എന്തോ പ്ലാൻ ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഹേമ ചോദിക്കുന്നു, അവൻ എന്ത് ചെയ്യാനാ രാജീവേട്ടാ? അപ്പൊ രാജീവ് പറയണ, അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അന്ന് നേരം വെളുത്താൽ കല്യാണമായിരുന്നു, അത്ര ആളുകളുടെ ഇടയിലൂടെ രാത്രി ആരും അറിയാതെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ മോളെ കൊണ്ടുപോയില്ലേ അവൻ. ആലോചിക്കുമ്പോൾ ഇന്നും അങ്ങനെ ഒരു സാഹചര്യമാണ്. ഇവളാണെങ്കിൽ തക്കലയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. അവൾ അവന്റെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞാണോന്ന് എനിക്ക് സംശയമുണ്ട് ഹേമേ. ഹേമ ചോദിക്കുന്നു, നിധി അങ്ങനെയൊക്കെ ചെയ്യുമോ? അപ്പൊ രാജീവ് പറയുകയാണ്, അവൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും ആ സുധീഷ് അങ്ങനെയുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കും. അവനെ എനിക്ക് വിശ്വാസമേ ഇല്ല. നീ ഗേറ്റ് ഒക്കെ ലോക്ക് ചെയ്തോ? അപ്പൊ ഹേമ പറയുകയാണ്, വലിയ ഗേറ്റ് ഞാൻ ലോക്ക് ചെയ്തായിരുന്നു, സൈഡിലുള്ള ചെറിയ ഗേറ്റിന്റെ കുറ്റി ഇട്ടിട്ടേ ഉള്ളൂ. അപ്പൊ രാജീവ് പറയുകയാണ്, കീയിങ് എടുക്ക്, ഞാൻ പൂട്ടിയിട്ട് വരാം. അങ്ങനെ അവർ പുറത്തെ ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. ലൈറ്റ് കണ്ട് ഭയത്തോടുകൂടി മറങ്ങിയിരിക്കുകയാണ് സുധീഷും സുഭാഷും നികേഷും ഹരീഷും. ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി വന്ന രാജീവ് ചുറ്റും നോക്കുകയാണ്. സുധീഷ് പതിയെ ചോദിക്കുന്നു, ഇയാൾ എന്താ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി വരുന്നേ? അപ്പൊ സംശയത്തോടുകൂടി നികേഷ് ചോദിക്കാണ്, സുധീഷേട്ടാ ഒരുപക്ഷെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന രോഗം ഉണ്ടായിരിക്കോ? അപ്പൊ സുധീഷ് പറയണ, എടാ മിണ്ടാതെ അവിടെ നിന്നോണം, ഞാൻ മാത്രമായിരുന്നു വന്നിരുന്നതെങ്കിൽ അവളെ ഈസി ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയനെ, കുടുംബമായിട്ട് വന്ന എല്ലാം നശിപ്പിച്ചില്ലേ.
അപ്പൊ ഹരീഷ് പറയണ ഞങ്ങള് വന്നില്ലായിരുന്നെങ്കിലും സുധീഷ് ഏട്ടനെല്ലാം നശിപ്പിച്ചേനെ. അത് കറക്റ്റ് ആണെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ മിണ്ടാതെ അവിടെ നിന്നോണം. രാജീവ് ഗേറ്റ് പൂട്ടുന്നത് കണ്ട് ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, എടാ സുധീഷ് അയാൾ ഗേറ്റ് പൂട്ടുകയാണല്ലോ. തലയിൽ കൈവച്ച് സുധീഷ് പറയുന്നു, അയാള് ഗേറ്റ് പൂട്ടുകയാ, എല്ലാം നശിപ്പിച്ചു, ഇനി എങ്ങനെ നിധിയെ പുറത്തിറക്കും? ഗേറ്റ് തുറന്നു കിടക്കുന്നത് ഒരു സമാധാനമായിരുന്നു. അപ്പൊ നികേഷ് പറയണ സാരമില്ല സുധീഷ് ഏട്ടാ, കടലുകൾ താണ്ടിയാണെങ്കിലും ഏട്ടത്തിയെ രക്ഷിക്കണം നമുക്ക്. ഇത് കേട്ട് സുധീഷ് പറയണ നീ മിണ്ടാ നിന്നോണം അവിടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. തുടർന്ന് വാതില് പൂട്ടി കീയുമായി ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഹേമ. കീ എന്താ ഇവിടെ വെക്കാതെ രാജീവ് ഏട്ടാന്ന് ഹേമ ചോദിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്, നീ വാന്ന് പറഞ്ഞ് രാജീവ് റൂമിലേക്ക് പോകുമ്പോൾ ഹേമ പറയുകയാണ്, ഈ രാജീവ് ഏട്ടൻ എന്താ പറ്റിയത്? തുടർന്ന് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കീ അരികിലേക്ക് വെച്ച് ബെഡ്റൂമിൽ ഇരിക്കുകയാണ് രാജീവും ഹേമയും. നിധി തന്റെ റൂമിന്റെ വാതില് തുറന്ന് ഹോളിലേക്ക് നോക്കുമ്പോൾ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. ഒന്ന് ആലോചിച്ച് വാതിലടച്ച് സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിധിയെ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് ചോദിക്കുന്നു, നിധി അവിടെയെല്ലാം ഓക്കെ ആണോ? അപ്പൊ നിധി പറയുകയാണ്, ഇവിടെയെല്ലാം ഓക്കെയാണ് സുധീഷ്, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് പോയി കിടന്നു എന്നാ തോന്നുന്നേ. അച്ഛൻ എന്റെ റൂമിലൊക്കെ വന്ന് നോക്കി. ഈ സമയത്ത് ഏത് വട്ടനാ ഹോൺ അടിച്ചെന്നറിയില്ല. ഇത് കേട്ട് സുധീഷ് എല്ലാവരെയും നോക്കുമ്പോൾ നിധി പറയണ അത് വിട്, കുറച്ചേരം വെയിറ്റ് ചെയ്യേ, അച്ഛനും അമ്മയും ഒന്ന് ഉറങ്ങട്ടെ, അതിനുശേഷം ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരാം. ഇത് കേട്ട് സുധീഷ് പറയണ ശരി നീ വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി എന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ നിധി എന്താ പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അവരെല്ലാവരും ഉറങ്ങട്ടെ, ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരാമെന്നാ പറഞ്ഞേ, നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. തുടർന്ന് രാജീവ് ഉറങ്ങാതെ കിടക്കുകയാണ്. നിധി ടെൻഷനോട് കൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പുറത്ത് ഗേറ്റിന്റെ അരികിൽ നിൽക്കുകയാണ് സുധീഷും സുഭാഷും നികേഷും ഹരീഷും. 1:45 ആകുമ്പോൾ അവിടേക്ക് വന്ന ഭാസ്കരൻ ഉറക്കെ ചോദിക്കുന്നു, എടാ എന്ത് ചെയ്യുക ഇവിടെ? ഇത് കേട്ട് സുഭാഷ് പറയണ അച്ഛാ ബഹളം വെക്കാതെ, എന്തിനാ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നേ? ഭാസ്കരൻ ചോദിക്കുന്നു, ഇത്രയും നേരമായിട്ടും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണോ? എവിടെ എന്റെ മരുമകൾ? സുധീഷ് പറയുന്നു, നിങ്ങളൊന്നും മിണ്ടാ നിൽക്കുമോ? ഭാസ്കരൻ പറയുന്നു, എന്തിനാ മിണ്ടാ നിൽക്കുന്നത്? ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് ഭാസ്കരൻ ഗേറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ച് തടയുകയാണ് സുധീഷും സുഭാഷും. ഭാസ്കരൻ പറയുന്നു, എന്നെ വിട്, ഞാൻ എന്റെ മരുമകളെ ഇറങ്ങിക്കൊണ്ടുവരാം. അപ്പൊ സുധീഷ് പറയണ ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളൊന്ന് ബഹളം വെക്കാതിരുന്നാ മതി. അപ്പൊ സുഭാഷ് പറയുന്നു, അച്ഛാ ഇപ്പൊ നിധി ഫോൺ വിളിച്ചായിരുന്നു, പുറത്തിറങ്ങി വരാമെന്ന് പറഞ്ഞു. ഭാസ്കരൻ ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ? അങ്ങനെ അവരെല്ലാവരും നിധി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചെന്ന നിധി പറയുകയാണ്, സുധീഷ് 2 മണി കഴിഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം. സുധീഷ് അവിടെ തന്നെ നിൽപ്പില്ലേ? അപ്പൊ സുധീഷ് പറയണ നിധിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുക, ഇറങ്ങി വാ. ശരി വരാന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നിധി തന്റെ ബാഗൊക്കെ എടുത്ത് പതിയെ റൂമിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കി മുൻവശത്തെ വാതില് തുറക്കാനായി പോവുകയാണ്. നിധി വാതില് തുറക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും തുറക്കാൻ പറ്റുന്നില്ല. സുധീഷ് പറയണ, സുഭാഷേട്ടാ ഗേറ്റ് അയാള് പൂട്ടിട്ട് പോയില്ലേ, അത് പറയാൻ മറന്നുപോയി. അപ്പൊ സുഭാഷ് പറയണ, അയ്യോ അത് ശരിയാണല്ലോ, നീ ഫോൺ വിളിച്ച് പറ. നിധി ഡോറിന്റെ കീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ കീ കാണുന്നില്ല. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധി പറയുന്നു, സുധീഷ് കഥക് പൂട്ടിയിരിക്കുക. അപ്പൊ സുധീഷ് പറയണ, നിധിയുടെ അച്ഛൻ ഗേറ്റ് പൂട്ടി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ കഥക് പൂട്ടിയതും നിധിയുടെ അച്ഛൻ തന്നെയാ. ഗേറ്റിന്റെയും കഥകിന്റെയും കീ അച്ഛന്റെ കയ്യിലാ. ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നു, അയ്യോ സുധീഷ് ഇനി എന്താ ചെയ്യുക? ചുറ്റും നോക്കി സുധീഷ് ചോദിക്കുന്നു, നിധിയുടെ വീടിന്റെ പിൻവശത്തെ വാതിലുണ്ടോ? ഉണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, ശരി നീ പിൻവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി വാ, ഞാനും അവിടേക്ക് വരാം. ശരി സുധീഷ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് നിധി. സുധീഷ് പറയുന്നു, വാ നമുക്ക് പിന്നിലേക്ക് പോകാം. ഭാസ്കരന്റെ കയ്യിൽ പിടിച്ച സുഭാഷ് പറയണ, വാ അച്ഛാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നിധി അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ചുറ്റും നോക്കി നിധി മനസ്സിൽ പറയുന്നു, സുധീഷ് എവിടെ? നിധി പുറത്തേക്ക് ഇറങ്ങിയത് കാണുന്ന സുധീഷ് പറയണ, സമാധാനമായി പുറത്തേക്ക് ഇറങ്ങി, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്നാ മതി, ഞാൻ പോയി നിധിയെ കൂട്ടിക്കൊണ്ടുവരാം. സുഭാഷേട്ടാ എല്ലാവരെയും ഒന്ന് നോക്കിക്കോണേ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, ഒന്ന് ഒതുങ്ങി നിൽക്കണേ, ഞാൻ പോയിട്ട് വരാം. ഭാസ്കരൻ പറയുന്നു, ശരി ശരി നീ പോയിട്ട് വാ. നിധി പതിയെ സുധീഷ് എന്ന് വിളിക്കുകയാണ്. അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, ഹായ് നിധി, ബാഗ് ഇങ്ങതാ. നിധി ബാഗ് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ബാഗ് വാങ്ങിച്ച് അവിടേക്ക് വെച്ച് നിധിയുടെ കൈ പിടിച്ച് അവിടെയുള്ള മതില് ചാടിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ്. നിധിക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ചുറ്റും നോക്കി സുധീഷ് പറയുന്നു, നിധി ആ ഡ്രം കണ്ടില്ലേ, ആ ഡ്രം ഇവിടേക്ക് വെച്ചിട്ട് അതിന് മുകളിലേക്ക് കയറി നിന്ന് മതിലിന് മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്ക്. സുഭാഷ് പതിയെ ചോദിക്കുന്നു, എടാ സുധീഷ് എന്തായി, പെട്ടെന്ന് വാ. സുധീഷ് പറയുന്നു, ഇപ്പൊ വരാം. നിധി ഡ്രം എടുത്ത് വെച്ച് സുധീഷിന്റെ കൈ പിടിച്ച് മതില് ചാടാനായി ശ്രമിക്കുമ്പോൾ നികേഷ് പറയുന്നു, എട്ടത്തി സൂക്ഷിച്ച്. ഭാസ്കരൻ പറയുന്നു, മോളെ താഴേക്ക് ചാട്. അപ്പൊ സുധീഷ് പറയണ, ഒന്നും മിണ്ടാ നിൽക്ക്, ബഹളം വെക്കല്ലേ. നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് എല്ലാവരും കൂടി വന്നിരിക്കുന്നേ? അപ്പൊ സുധീഷ് പറയണ, അയ്യോ അതൊരു വലിയ കഥയാ, നീ താഴേക്ക് ചാട്, ഞാൻ പറയാം. സുഭാഷ് പറയുന്നു, സുധീഷ് മോടെ കയ്യിൽ മുറുകെ പിടിക്കണേ, മോളെ നിധി സൂക്ഷിച്ച്. സുധീഷിന്റെ കൈ പിടിച്ച് നിധി താഴേക്ക് ചാടുകയാണ്. ഈ സമയം രാജീവ് നല്ല ഉറക്കത്തിൽ കിടക്കുന്നു. നിധിയെയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെ അരികിലേക്ക് വരികയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി ഒന്നും പറ്റിയില്ലല്ലോ. നിധി ചോദിക്കുന്നു, എന്താ ഇത്, എന്തിനാ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നേ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ തനിച്ചാ വന്ന നിധി, എല്ലാവരും കൂടെ എന്റെ പിന്നാലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാ. ഇവര് വന്നതാണ് എന്റെ ടെൻഷൻ. സന്തോഷത്തോടു കൂടി നികേഷ് ചോദിക്കണ, സുധീഷ് ഏട്ടാ അത് വിട്, ഏട്ടത്തി വീണ്ടും വീട്ടിലേക്ക് വരികയാണല്ലേ? നിധി പുഞ്ചിരിച്ച് നികേഷ്
സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണം, എടാ ഇതൊക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം, നമുക്ക് ഇവിടുന്ന് പോകാൻ നോക്കാം. നിധി വാ, എന്റെ കൈ പിടിച്ചോ, വാ നമുക്ക് പോകാം. അങ്ങനെ ബാഗും എടുത്ത് നിധിയുടെ കൈയും പിടിച്ച് കാറിന്റെ അരികിലേക്ക് ഓടി പോവുകയാണ് സുധീഷ്. പിന്നാലെ സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും ഓടി വരുന്നു. സുഭാഷ് വിഷമത്തോടു കൂടി തിരിഞ്ഞു നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്തു പറ്റി, പെട്ടെന്ന് വാ. അപ്പൊ സുഭാഷ് പറയണ, എടാ പാവം, നാളെ നിധിയുടെ അച്ഛനും അമ്മയും നിധിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കില്ലേ, അവര് പേടിക്കില്ലേ. ഇത് കേട്ട് ഹരീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, ഇവന്റെ ഒരു കാര്യം. അപ്പൊ സുധീഷ് പറയുന്നു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവരുടെ വീടിന്റെ കഥകി തട്ടി ഞങ്ങൾ നിധിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണെന്ന് പറയാം. അപ്പൊ സുഭാഷ് പറയണ, അയ്യോ അത് വേണ്ട, നമുക്ക് ഇവിടുന്ന് പോകാം. ഇത് കേട്ട് സുധീഷ് പറയുന്നു, എങ്കിൽ വണ്ടി കയറ്. നിധി കയറ്. ഇത് കേട്ട് സുധീഷിന്റെ ഒപ്പം കാറിലേക്ക് കയറുകയാണ് സുഭാഷും നിധിയും നികേഷും. അവർ കാറിൽ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ ബൈക്കിൽ പോവുകയാണ് ഹരീഷ്. ലോറിയിൽ ഭാസ്കരനും വരുന്നു. തുടർന്ന് നിധി കിളിക്കൂട്ടിലേക്ക് മടങ്ങി എത്തുകയാണ്. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്